നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ 14 റൗണ്ടിലേക്ക് എത്തുന്നു. 13 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അർജൻറ്റീന തന്നെയാണ്. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിലും അവർ വിജയിച്ചു കയറി. ഉറുഗ്വായ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം. 13ാം റൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ പരാഗ്വെ ചിലിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചിരുന്നു. ബ്രസീൽ കൊളംബിയയെ 2-1 തോൽപ്പിച്ചിരുന്നു. പെറു ബൊളീവിയയ്ക്കെതിരെ 3-1 വിജയിച്ച് കയറിയിരുന്നു. ഇക്വഡോർ 2-1 വെനിസ്വേലയ്ക്കെതിരെ വിജയിച്ച് കയറിയിരിക്കുന്നു. ഉറുഗ്വായ് അർജൻറ്റീനയോട് 1-0 തോറ്റിരിക്കുന്നു. അപ്പോൾ 13 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി 14ാം റൗണ്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ്. 14ാം റൗണ്ടിലും നമുക്ക് മുന്നിലേക്ക് തകർപ്പൻ പോരാട്ടങ്ങളാണ് വരാൻ പോകുന്നത്. നിലവിൽ അർജൻറ്റീന തന്നെ ഒന്നാം സ്ഥാനത്ത്. ഈ 13ാം റൗണ്ട് കഴിയുമ്പോൾ ഉണ്ടായ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇക്വഡോർ 2ാം സ്ഥാനത്തേക്ക് കയറി എന്നുള്ളതും ഉറുഗ്വായ് 2ാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് വീണു എന്നുള്ളതും ബ്രസീൽ തങ്ങളുടെ നില മെച്ചപ്പെടുത്തി 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്രസീൽ 3ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതുമാണ്. അർജൻറ്റീന തന്നെ ഒന്നാമത്. 13 കളികൾ 9 വിജയങ്ങൾ, 1 സമനില, 3 തോൽവികൾ. അവർക്ക് 28 പോയിൻറ്റുകളുണ്ട്. ഇനി 1 പോയിൻ്റ് കൂടി നേടിക്കഴിഞ്ഞാൽ അവർക്ക് അടുത്ത വേൾഡ് കപ്പിലെ യോഗ്യത ഉറപ്പാക്കാൻ പറ്റും. സോ ആ യോഗ്യതയ്ക്ക് തൊട്ടരികിൽ തന്നെയാണ് ഇപ്പോൾ അർജൻറ്റീനയുള്ളത്. ഇക്വഡോർ ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. 13 കളികളിൽ നിന്ന് അവർക്ക് 22 പോയിൻറ്റുകൾ, 7 വിജയം, 4 സമനിലകൾ, 2 തോൽവികൾ. ഇക്വഡോറിന് തൊട്ടു പുറകിൽ ബ്രസീൽ 1 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണുള്ളത്. ബ്രസീൽ 13 കളികളിൽ നിന്ന് 6 വിജയങ്ങൾ, 3 സമനിലകൾ, 4 തോൽവികൾ, 21 പോയിൻറ്റുകൾ. ഉറുഗ്വായ് 13 കളികളിൽ നിന്ന് 20 പോയിൻ്റായിട്ട് ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. പരാഗ്വേയ്ക്കും 13 കളികളിൽ നിന്ന് 20 പോയിൻ്റ് ഉണ്ട്. ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസത്തിൽ അവരുള്ളത് ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. കൊളംബിയ 13 കളികൾ 19 പോയിൻ്റ്, ബ്രസീലിനേക്കാൾ മുകളിൽ നേരത്തെ 4ാം സ്ഥാനത്ത് നിന്നിരുന്ന ടീമാണ്. ആ കൊളംബിയ വീണ് ഇപ്പോൾ 6ാം സ്ഥാനത്തേക്കായി പോയിട്ടുണ്ട്. ആദ്യ 6 സ്ഥാനക്കാരാണ് നേരിട്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് ഇത്തവണ വേൾഡ് കപ്പിന് യോഗ്യത നേടുക എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 7ാം സ്ഥാനത്തുള്ള ടീമിന് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരമുണ്ടാകും. നിലവിൽ 7ാമത് 13 കളികളിൽ നിന്ന് 13 പോയിൻ്റുള്ള ബൊളീവിയയാണ്. പക്ഷേ ആ സ്ഥാനം അത്ര സേഫ് ഒന്നുമല്ല. കാരണം വെനിസ്വേലയ്ക്ക് 13 കളികളിൽ നിന്ന് 12 പോയിൻ്റ് തൊട്ടുപുറകിലാണ്. പെറു 13 കളികളിൽ നിന്ന് 10 പോയിൻറ്റുമായിട്ട് 9ാമതും, ചിലി 13 കളികളിൽ നിന്ന് 9 പോയിൻറ്റുമായിട്ട് 10ാം സ്ഥാനത്തുമാണ്. ഇതാണ് 13 റൗണ്ട് കഴിയുമ്പോഴുള്ള കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ സ്ഥിതിവിശേഷം. നിലവിൽ ഗോളടിയിൽ ഒന്നാമതാരാ? ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒന്നാമത് അത് സാക്ഷാൽ ലിയോ മെസ്സി തന്നെയാണ്. മെസ്സി ഈ ഇൻ്റർനാഷണൽ കോളപ്പിൽ ഇല്ല, അദ്ദേഹത്തിന് പരിക്കാണ്. എന്നാൽ പോലും 6 ഗോളുകളുമായിട്ട് അദ്ദേഹം തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഡാർവിൻ ന്യൂനസും എന്നർ വലൻസിയയും ലൂയിസ് ഡയസും റാഫീഞ്ഞയും മിഗ്വൽ ടെക്കേഡസും ഒക്കെ 5 വീതം ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുണ്ട്. ഇനി അസിസ്റ്റിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് ഹെമേസ് റോഡ്രിഗസ് ആണ്. 5 അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എഫേഴ്സൺ സൊറ്റെൽഡോ 4 അസിസ്റ്റുകളുമായിട്ട് 2ാമത് നിൽക്കുന്നുണ്ട്. 3ാമതാണ് നെയ്മറും മെസ്സിയും ഒക്കെ ഉള്ളത്. നെയ്മർ കളിച്ചിട്ട് എത്ര കാലമായി, പക്ഷേ 3 അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം ഇപ്പോഴും 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. എല്ലാവരും ഇനി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് 14ാം റൗണ്ട് മത്സരങ്ങൾക്കാണ്. 14ാം റൗണ്ടിലാണല്ലോ ആ മത്സരമുള്ളത്. ബ്രസീലും അർജൻറ്റീനയും വീണ്ടും ഏറ്റുമുട്ടുന്ന മത്സരമുള്ളത്. 14ാം റൗണ്ടിലെ മത്സരങ്ങൾ മാർച്ച് 25-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 26-ന് പുലർച്ചെ 1:30 കളികൾ ആരംഭിക്കും. ബൊളീവിയ ഉറുഗ്വായ്ക്കെതിരെ ബൊളീവിയയിൽ വെച്ച് കളിക്കും. അതിനുശേഷം അന്ന് 5:30-നാണ് വമ്പൻ മത്സരങ്ങൾ ഒരുമിച്ചങ്ങ് നടക്കുന്നത്. ചിലിയിൽ പോയിട്ട് ഇക്വഡോർ അവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ വെനിസ്വേലയിൽ പോയിട്ട് പെറു അവരുമായിട്ട് ഏറ്റുമുട്ടും. കൊളംബിയ വേഴ്സസ് പരാഗ്വേ മത്സരം കൊളംബിയയിൽ വെച്ച് നടക്കും. അർജൻറ്റീന വേഴ്സസ് ബ്രസീൽ മത്സരം മാർച്ച് 26-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 5:30-ന് അർജൻറ്റീനയിലെ ബ്യൂണസ് അയേഴ്സിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ തീ പറക്കുന്നൊരു പോരാട്ടമാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ഇതാ വേൾഡ് കപ്പ് ക്വാളിഫയർ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. കാത്തിരിക്കാം മാർച്ച് 26-ൻ്റെ പുലർച്ചയ്ക്ക് വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.